മറ്റ് ചില കണ്ടീഷൻസുകളുണ്ടല്ലോ, അതായത് ഒരു രീതിയിലും കോണ്ടന്റ് ഇതുവരെ കൊടുക്കാത്തവര്, അതായത് ഇപ്പൊ മുൻഷി രഞ്ജിത്തുണ്ട്, ശൈത്യമുണ്ട്, ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഈ സ്ട്രാറ്റജി അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത്ര ടൈം ആയിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല, കണ്ടിരിക്കാൻ ഒരു സുഖമുള്ള സാധനം ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല. മറ്റേ സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു തനഞ്ഞ വടക്കമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഈ സീസൺ. ആ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ തന്നെ നമ്മള് ഇത് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇപ്പം നോക്കുമ്പോൾ ദർ ഇസ് നത്തിങ്. ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള, ഏറ്റവും കണ്ടന്റ് കുറവുള്ള സീസൺ ആയിട്ടാണല്ലോ ഇപ്പൊ നിലവിലെ സീസൺ, 7ാമത്തെ സീസൺ പറയുന്നത്. ഏറ്റവും എന്റർടൈനിങ് ആയിട്ട്, ഏറ്റവും കണ്ടന്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള സീസൺ ഏതായിരുന്നു? അത് ഡെഫിനറ്റ്ലി ഞങ്ങളെ സീസൺ. കാരണം എന്താ വെച്ചാൽ ഗ്രാൻഡ് ഫിനാലേക്കാണെങ്കിലും അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും TRP കിട്ടിയിട്ടുള്ളതും ഇത്രത്തോളം എൻഗേജ്മെന്റ് നടന്നിട്ടുള്ളതും ഇത്രത്തോളം ഓഡിയൻസ് ഇൻവോൾവ് ആയിട്ടുള്ള സീസൺ ഞങ്ങളുടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഞങ്ങളെ സീസൺ ആണ് കമ്പാരിറ്റീവ്ലി അടിപൊളി. പക്ഷെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് സീസൺ 4 ആണ് കുറച്ചും കൂടെ. അതിലിപ്പം എന്താ പറയാ, ആ ഒരാളെ പുറത്താക്കി അവര് കുറെ PR കൊടുത്തുന്നല്ലാതെ എനിക്ക് അതിലൊന്നും ഭയങ്കര വാവായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു സീസൺ. ഓക്കെ, നിങ്ങളുടെ സീസണേ നിങ്ങൾ തന്നെ വാവായിട്ട് തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? അതിപ്പം എന്താ പറയാ, ടോട്ടൽ നോക്കി നോക്കാം. ബിക്കോസ് എന്താ വെച്ചാല് ഓരോ ഇൻഡിവിജ്വലിന് ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ജാൻമൻ ആണെങ്കിൽ ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരാള്, വേറൊരു ആണെങ്കിൽ ലവ് സ്ട്രാറ്റജി ഒരു സൈഡിൽ, ഇപ്പുറത്തൊരു അങ്ങനെയല്ല. പക്ഷെ ജാൻ ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഒരു ലാലേട്ടന് പറഞ്ഞിട്ടല്ലോ ഒരു പ്രഷർ കുക്കർ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ അവരൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോയതാ. ബട്ട് സ്റ്റാർട്ടിങ് ഷീ വാസ് വെരി നൈസ്. ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം ഷീ വാസ് വെരി നൈസ്. ഓക്കെ, ബട്ട് ഇൻ ബിറ്റ്വീൻ അവരെ കയ്യിൽ നിന്ന് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഡസന്റ് മീൻസ് അവര് അത്രയും മോശപ്പെട്ട ഒരാളാണ്, അങ്ങനെയല്ല. ഇൻ ബിറ്റ്വീൻ ഒരാളെ കയ്യിൽ നിന്ന് പോയി, തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. യെസ്, ഡെഫിനറ്റ്ലി. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം ഇപ്പൊ നോറ ഒരുപാട് സീസൺ 6നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ സീസൺ 6 ആകെ കണ്ടിട്ടുള്ളത് ഒരു വാഴത്തോട്ടത്തിലുള്ള ഒരു പ്രണയം, പിന്നെ നോറ അവിടെ ഇവിടെ ഇരുന്ന് കരയുന്ന കാണുന്നുണ്ട്. സത്യം പറഞ്ഞ ആ സീസണിൽ എന്ത് തേങ്ങ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് പുറമേ ഇരുന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാന്നല്ലാതെ അവിടെ ഇരുന്ന് ഞങ്ങൾക്കറിയാം എത്രത്തോളം എന്റർടൈനിങ് ആയിരുന്നു ഞങ്ങളെ സീസൺ എന്നുള്ളത്. അല്ലാതെ ഒരിക്കലല്ല. ഞങ്ങൾ എന്തിനാ വിചാരിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് TRP ഇതൊക്കെ കൂടിയത് എന്തുകൊണ്ടാണ്? ഒബ്വിയസ്ലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടെ ഒക്കെ പോട്ടെ. ഇപ്പൊ ഒരു സൈഡിൽ ബായത്തോട്ട് അവിടെ കിടക്കട്ടെ, ഇപ്പൊ ഞാൻ മോങ്ങിയത് അവിടെ ഒരു സൈഡിൽ കിടക്കട്ടെ. ഇപ്പൊ സിജോ ചേട്ടനെ പോലത്തെ ഒരു കണ്ടസ്റ്റൻസ് ഇടി കിട്ടി എന്നിട്ട് തിരിച്ചു പോയിട്ട് സർവൈവ് ചെയ്തു, അതൊന്നും നിങ്ങൾക്ക് വലിയ കണ്ടന്റ് ആയിട്ട് തോന്നില്ല? ലൈക്ക് അവരുടെ ലൈഫ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതല്ലേ, അത്രയും പാഷനേറ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വാവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നില്ല? അവർക്ക് എത്ര, അതായത് ഓൾമോസ്റ്റ് ഒരു 2 months അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാതെ എത്ര ദിവസം നിൽക്കാൻ പറ്റും? അവർക്ക് ഇവിടെ അത്രയും ഡാമേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച ജസ്റ്റ് ഇങ്ങനെ ഇടിച്ച പോലത്തെ ഇടിയൊന്നല്ല അത്, അത്യാവശ്യം ഇടി കിട്ടിയിട്ടുണ്ട്. അവർക്ക് അത്രയും സർജറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ അവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് സിജോ ചേട്ടന് അവിടെ ഇൻഫ്ലമേഷൻ വന്നിട്ട് എന്താ പറയാ, ഇല്ല പറ്റില്ലായിരുന്നു. അത്രയ്ക്കും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങേര് അതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ നീര് വരാതാക്കുക, അങ്ങനത്തെ പല ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും അവർ ഹൈലൈറ്റ് ചെയ്യാതെ അവിടെ സർവൈവ് ചെയ്ത് നിന്നെന്ന് പറഞ്ഞതൊക്കെ ചെറിയ കാര്യമാണോ? ഒരിക്കലല്ല, ഒരിക്കലല്ല. ഓരോ സീസണും നമ്മുടെ ആളുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ ആദ്യത്തെ സീസൺ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പേളിമണി എന്നുള്ളൊരു കണ്ടന്റ് ക്രിയേറ്ററെ നമുക്ക് കിട്ടി. രണ്ടാമത്തെ സീസണിലാണെങ്കിൽ ഇപ്പൊ രജത് കുമാർ എന്നുള്ള ഒരു സ്പോക്ക് പേഴ്സൺ ആരാണ് പോലുള്ള ആളെ കിട്ടി. സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ഞങ്ങളെ സീസണിലുള്ള ആളുകൾ എത്ര ആക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾ ഒന്നെങ്കിൽ നോക്കണം. കാരണം എന്താ വെച്ചാല് പോട്ടെ, ഇന്നെ നോക്കിയോ എന്റെ യൂട്യൂബ് ചാനലിൽ എന്താ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടില്ലേ, പോട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ കേൾക്കണം, ഒന്ന് ഞാന്. അതല്ലാതെ പിന്നെ സിജോ ചേട്ടന്റെ കണ്ടന്റ് ആണെങ്കിൽ അത് പോട്ടെ, ജാസ്മിന്റെ കണ്ടന്റ് ആയിക്കോട്ടെ, ഗബ്രിന്റേതായിക്കോട്ടെ, നന്ദനന്റെ ആയിക്കോട്ടെ, സീക്രട്ട് ഏജന്റ്, 6+ യൂട്യൂബേഴ്സ് തന്നെ കിടക്കുന്നത്. അത്രയും കോണ്ടന്റ് ഉണ്ടാക്കിയാലേ അവർക്ക് അത്രയും റവന്യൂ അല്ലെങ്കിൽ അത്രയും വ്യൂസ് കിട്ടുള്ളൂ. ഇപ്പോഴും ഈ സീസണിൽ പോലും സീസണിലുള്ള ഓരോ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആളുകൾ പോയിട്ട് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ചെന്നിട്ട് നോക്കുന്നുണ്ട്. അത്ര ഓഡിയൻസും അത്ര കണ്ടന്റ് മേക്കറും ഞങ്ങളെ സീസണിലുണ്ട്. അത് പിന്നെ ഒന്നും കൊടുത്തില്ല നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമില്ല. അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഇപ്പൊ മാറ്റി പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പേളിമാണി കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുപോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വന്നിട്ടില്ലല്ലോ നിങ്ങൾ പറയുമ്പോൾ. എല്ലാ ആളുകളും എല്ലാ സമയത്തും ഓർത്തിരിക്കും. ഉദാഹരണത്തിന് നോക്കൂ, 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 പേരും
ഓർത്തിരിക്കാൻ ഉണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഈ കമന്റ് അടിക്കണം. ഞാൻ ചോദിക്കുന്നത് സീസൺ 1 കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സീസണിലെ എല്ലാ ആളുകളും എല്ലാ രീതിയിലും ആളുകള് എന്താ പറയാ അവരുടെ വീടുകളിലെ സദസ്സുകളിലായാലും ശരി കോണ്ടന്റിലായാലും ശരി ചർച്ചയിലുണ്ട്. ഇപ്പൊ റിയ സലീം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞ ചർച്ചയില്ലേ, നിലവാരമില്ല, നിലപാടില്ല, നാണില്ല, മാല, ഇതൊന്നും ചർച്ചയിലില്ലേ? ഇഷ്ടംപോലെ റീൽസ്. ഞങ്ങളൊന്നും കോണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളില്ലേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പേളിമാണി മാത്രമാണ് കോണ്ടന്റ് മേക്കർ എന്ന് പറഞ്ഞത് ആളുകളെ പേളിമണി മാത്രല്ല ഒരു ഷോ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടല്ലോ. കംപ്ലീറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ചെയ്യൂ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പേളിമാണി മാത്രമാണ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഓക്കെ, അവരുടെ ഫേവറേറ്റ് പേഴ്സൺ ആണ്. ബട്ട് അതല്ലാതെ ഞങ്ങളെ സീസണിൽ ഇത്രയും ആളുകൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സ്റ്റിൽ ആക്റ്റീവ് ആണ്. 5-6 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ കമന്റ് പറയുന്നത് ഞാൻ വേണം ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് സീസണിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോഴും ഉണ്ട്, ഞങ്ങളെ സീസണിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റിൽ എവ്രി വൺ ഈസ് ആക്റ്റീവ്. ലാസ്റ്റ് വീക്ക് പോലും ഞങ്ങൾ എന്താ ബിബിയിലുള്ള റീയൂണിയൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വീഡിയോസും ലൈവും കോണ്ടന്റും ഡാൻസും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ യൂസ് ചെയ്തത്. അപ്പൊ ജനറലി നിങ്ങൾ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് ഗുഡ്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ ഇതിന്റെ ഒരു പോയിന്റ് പറഞ്ഞത്. കമ്പാരിസൺ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ, ഇനി പറഞ്ഞോ. അതായത് ആദ്യത്തെ സീസൺ ഇറങ്ങുന്നു. ആ സീസണിലൂടെ ആളുകൾക്ക് കിട്ടിയ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങളുണ്ട്. അവരിന്നും വാലിഡ് ആണ്. പേളിമണിയുണ്ട്, ഷിയാസ് കരീമുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ സീസണിലേക്ക് എത്തുമ്പോൾ അത് സീസൺ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയെങ്കിലും പോലും രജിത് കുമാറിനെ പോലെ ഒരാൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. മനസ്സിലായോ? സമൂഹത്തിൽ ആ സീസണിൽ അന്നുണ്ടാക്കിയ ചർച്ചകളുണ്ട്. സമാനമായി റിയ സലീം ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ഫ്യൂഡൽ ആയിട്ടുള്ള ഭയങ്കര ആൽഫമേൽ സീസണിനകത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അയാൾ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം? അയാളുടെ ആൽഫമേൽ സ്വഭാവം, അയാൾ ഉണ്ടാക്കുന്ന പുരുഷാധിപത്യം, അല്ലെങ്കിൽ അയാളുടെ പിന്നെ വേറൊരു സ്റ്റേജ് കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. തെറ്റായിട്ട് പോയെങ്കിലും ഒരാൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. തെറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിലും ഒരാൾ ചർച്ച ചെയ്യാവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ സീസണിൽ ആരും ഇല്ലാന്നാണ് ഇപ്പോഴും ജിന്ന ചേട്ടൻ പെണ്ണുപിടിയനാണ്, അതാണ് ഇതാണ് പറയുന്നുണ്ടല്ലോ. ആരോപണം ഉണ്ടാവുന്നതിനല്ല ഒരു ഷോയിൽ ഒരു കണ്ടന്റ് ട്രാവൽ ചെയ്യുന്ന സമയമുണ്ട്. അത് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും തേർഡ് സീസണിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സീസണിൽ ആകെ ട്രാവൽ ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഗാബ്രി ജാസ്മിന്റെ പ്രണയവും വാഴത്തോട്ട് ആരോപണവും മാത്രം ഫോക്കസ് ചെയ്തതിന് എനിക്കൊന്നും പറയാനില്ല. ബാക്കി പല കാര്യങ്ങളും അതൊന്നെങ്കിൽ നിങ്ങൾ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട്. അതല്ലാതെ 6ാമത്തെ സീസണിൽ ട്രാവൽ ചെയ്ത ഒരു പ്രൈം കണ്ടന്റ്, അല്ലെങ്കിൽ ആളുകളുടെ ചർച്ചയിൽ നിന്ന് ആളുകൾക്ക് ചിന്തിക്കാൻ ഒരു മൊമെന്റ് ഉണ്ടാക്കി കൊടുത്ത അങ്ങനെ ഒരു കണ്ടന്റ് പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളെ സീസണില് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഭയങ്കര ഫാൻ ബേസ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. ഇപ്പൊ ഗബ്രി ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ഇൻവോൾവ് ആകുന്ന ഒരാളൊന്നല്ല. ബട്ട് സ്റ്റിൽ അവിടെ അവർ ഫ്രണ്ട് ആയിട്ടുള്ള അതേ ആൾക്കാർ പുറത്തുനിന്ന് ഫ്രണ്ട് ആണല്ലോ. അതൊരു ഭയങ്കരമായിട്ടും ഫ്രണ്ട്ഷിപ്പിന് അത്രയും ബോണ്ടും അത്ര റിയലിസ്റ്റിക് ആണെന്ന് കാണിക്കുന്ന ഒരു സംഭവം അല്ലേ? ആണ്. ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നില്ല. അതായത് ഓരോ സീസണിലും ആളുകളെ, ഇപ്പൊ ഉദാഹരണത്തിന് റിയ സലീം ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് ട്രാൻസ്ജെൻഡർ ക്യൂർ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട്. അല്ല, നോക്ക്, അങ്ങനെ കൺവിൻസ്ഡ് ആവുന്നല്ല. എനിക്കിപ്പോഴും ഇപ്പൊ ഏഴാം സീസണ് നിങ്ങളുടെ സീസൺ കണ്ടിട്ടില്ല, മെഹറിൻ കണ്ടിട്ടുണ്ട്. എന്റർടൈൻ ആയിട്ടില്ല, ഓർക്കുന്നില്ല. എന്റർടൈൻ ആവുന്നതല്ല. എന്റർടൈൻ ആണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് കാര്യം വെച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ഒരു വീക്കിൽ തന്നെ ഔട്ടായി പോയ രതീഷ് എന്റർടൈനിങ് ആയിരുന്നു. അയാള് നമ്മൾ കണ്ടിട്ട് അയാളെ രസിച്ചിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. ഈ കണ്ട സീസണുകളിലൊക്കെയും തന്നെ കാലത്തെ അതിജീവിക്കുന്ന ട്രാവൽ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ഉണ്ടല്ലോ. ബിഗ് ബോസിൽ ഇന്നൊരു കാര്യം നടന്നല്ലേ, ആ വിധത്തിൽ എനിക്ക് 6ാമത്തെ സീസണിൽ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നാത്ത നിങ്ങളും മിസ്റ്റേക്ക്. ഞാൻ വേണം എണ്ണി ഒരു 2-3 കാര്യം പറയാം. സിജോ ചേട്ടന്റെ ഫൈറ്റ് കിട്ടിയിട്ട് ഓക്കെ ഇടി ഉണ്ടായിട്ട് അയാൾ സർവൈവ് ചെയ്ത് വന്നത് അങ്ങനെ ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നുള്ള ഒരു കാര്യം അതുപോലെ ഞാൻ പറഞ്ഞത്, ഇപ്പം എന്റർടൈനിങ് കേസ് പറയുകയാണെങ്കിൽ ഈ ആൾമാറാട്ട കേസ് ചെയ്തത് ഇറ്റ് വാസ് എ എന്റർടൈനിങ് കേസ്. ഇനിയിപ്പോ ഫ്രണ്ട്ഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രീന്റെ ഫ്രണ്ട്ഷിപ്പ് അവര് ആഫ്റ്റർ ബിഗ് ബോസും കീപ്പ് ചെയ്തത് ഒരു ഓർത്ത് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നത് എങ്ങനെയാണ് സമൂഹത്തിന് ഒരു ഓർത്തിരിക്കാവുന്ന കാര്യമാകുന്നു? ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഒരു ഇതല്ലേ, അതൊരു കോണ്ടന്റ് അല്ലാന്ന്
അതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ കൂട്ടുകാരാണ്. അതിന് ഞങ്ങൾക്ക് എന്ത് വേണം? അവർ ആദ്യം കൂട്ടുകാരല്ലല്ലോ, അവിടെ വെച്ചിട്ടാണല്ലോ ഒരു ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരായതിൽ എന്താണ് ഇത്ര സമൂഹത്തിനൊക്കെ ചർച്ച ചെയ്യാൻ മാത്രം അതെന്താണ് അതിനകത്തുള്ളത്? സി അവിടെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അക്സെപ്റ്റൻസ് അതൊരു എന്താ പറയാ, ആളുകൾക്ക് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ലേ? രണ്ടാൾക്കാർ അവിടെ ഫ്രണ്ട്ഷിപ്പ് രണ്ടാൾക്കാർ അവിടെ ഫ്രണ്ട്സ് അല്ലായിരുന്നു, അല്ലെങ്കിൽ അവര് മറ്റെന്തോ ആയിരുന്നു. അതിന് ശേഷവും അവര് മറ്റെന്തോ ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തോ ആണ് അവര്. അത് സമൂഹത്തിൽ എങ്ങനെയാ ഒരു ചർച്ചയാവുന്നേ? ചർച്ച ആയിരുന്നല്ലോ. ഞാൻ പറയുന്നത് അത് ചർച്ച അല്ലാതെ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്യൂർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തത് ഞങ്ങളെ സീസണിലുള്ള ഒരു പ്ലസ് പോയിന്റ് ആണല്ലോ. അത് അവർ പ്രൂവ് ചെയ്തില്ലേ? അല്ല, അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ്. ഓഫ് കോഴ്സ് അതൊരു പ്ലസ് പോയിന്റ് ആണ്. അത് ജാസ്മിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗബ്രിയെയോ നെഗറ്റീവ് ബാധിച്ചതിനെ പറ്റിയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല, അവര് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അത് പ്രൂവ് ചെയ്തില്ല. ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പലരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അവരത് പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ ഇപ്പോഴും നോറ പേഴ്സണലി വിചാരിക്കുന്നു നോറയുടെ സീസൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയ സീസൺ. അതെ എന്റെ സീസൺ തന്നെ ബെസ്റ്റ്.